ഞാൻ ഡോക്ടർ ഷാനവാസ്. ഞാൻ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജൻ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ, കൊച്ചിൻ. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് കോളറക്ടൽ അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായും സംസാരിക്കുന്നത് കോളറക്ടൽ ക്യാൻസറിനെ കുറിച്ചാണ്. എന്താണ് കോളറക്ടൽ ക്യാൻസർ? ഈ കോളറക്ടൽ ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോഴത്തെ കാലത്ത് എന്താണ് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരാനുള്ള കാര്യം? കോളറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിലോ അല്ലെങ്കിൽ മലാശയത്തിലോ വരുന്ന അർബുദങ്ങളെ അല്ലെങ്കിൽ മുഴകളെയാണ് നമ്മൾ കോളറക്ടൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം റെലവൻസ് ഈ കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ 40 വയസ്സിന് താഴെയുള്ള ആളുകളിൽ വളരെ 5% ആളുകളിലാണ് കണ്ടുവന്നിരുന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 20 to 30% യങ്സ്റ്റേഴ്സിൽ, അതായത് ലെസ് ദാൻ 40 ഇയേഴ്സിൽ നമ്മൾ കൊളറക്ടൽ ക്യാൻസർ കണ്ടുവരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാനമായും ഇപ്പോഴത്തെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ ഈ ജെനറ്റിക്കലി, അതായത് നമ്മുടെ ജീനിലെ ഘടനകളിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് വെച്ചോ നമ്മൾ നേരത്തെ പറയുന്ന സ്പൊറാഡിക് എന്ന് പറയുന്ന ക്യാൻസറുകൾ, അത് പ്രധാനമായും 60 വയസ്സിന് ശേഷമാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്ര 40 വയസ്സിന് നേരത്തെ കാണുന്നത് നമ്മൾ ഇത് ഈ എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് നമുക്ക് നേരത്തെ എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടാണ്. അതിൽ പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് വെസ്റ്റേണൈസേഷൻ ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ഡയറ്റിലുണ്ടായ വ്യതിയാനങ്ങൾ, പ്രത്യേകിച്ചും നമ്മളെ നോൺ വെജിറ്റേറിയൻ, പ്രോസസ്ഡ് മീറ്റ്, അതുപോലെ തന്നെ റെഡ് മീറ്റിലുള്ള കൂടുതൽ ഉപയോഗം, എക്സസൈസ് ഇല്ലായ്മ, അതുപോലെ തന്നെ സ്മോക്കിംഗ്, പിന്നെ ആൽക്കഹോൾ, ഒബീസിറ്റി, വണ്ണക്കൂടുതൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസപ്ഷൻ, ഇങ്ങനെയുള്ള കാരണങ്ങൾ, ഇതിൻ്റെ എല്ലാം കൂടി ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ്, അതായത് എല്ലാം കൂടിയുള്ള ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇപ്പോൾ ഇത് നേരത്തെ കണ്ടുവരാനുള്ള പ്രധാന കാരണം. ഇനി നമ്മൾ അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു കൊളറക്ടൽ ക്യാൻസർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മലദ്വാരത്തിലൂടെ മലത്തിൻ്റെ കൂടെ ബ്ലഡ് പോകുന്നൊരവസ്ഥ. ഇങ്ങനെയാണ് സാധാരണ 70 മുതൽ 80% ആളുകളിലും പ്രധാനമായും കാണുന്ന ഒരു രോഗലക്ഷണം ഇതാണ്. അത് ഈ ബ്ലഡിൻ്റെ കളറിലുള്ളൊരു വ്യത്യാസം, അതായത് ഫ്രഷ് ബ്ലഡ് ആയിരിക്കില്ല, മിക്കവാറും ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ, അതിനെ നമ്മൾ മലീന എന്നും വിളിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തിൽ മലത്തിന് കൂടെ ബ്ലഡ് പോകുന്നൊരവസ്ഥ. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട്, അതായത് വളരെ അടുത്തായി കാണുന്ന കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലർക്ക് ഇടയ്ക്ക് വയറ്റിൽ നിന്ന് പെട്ടെന്ന് പോകുന്നു, പിന്നെ അതുപോലെ ലൂസ് സ്റ്റൂൾ, ഇത് മാറി മാറി വരുന്നൊരവസ്ഥ, ആൾട്ടർനേറ്റിംഗ് ഡയറി ആൻഡ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. പിന്നെ ചിലർക്ക് വയറിൽ ക്രാംസ്, വേദനകൾ, അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ്, അതായത് നമ്മുടെ വെയിറ്റ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതിനോട് കൂടെ തന്നെ ചിലർക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് വരികയും അതിന് കൂടെ തന്നെ വയറ് വീർത്ത് വരുന്ന അവസ്ഥകൾ. ഇങ്ങനെ ലേറ്റ് ആയിട്ടുള്ള പല മാനിഫെസ്റ്റേഷൻസും നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളിൽ കാണാറുണ്ട്. പലപ്പോഴും ആളുകൾ ഈ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നത് വല്ല പൈൽസ് പോലത്തെ അസുഖങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയും അവർ അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വളരെ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. പ്രധാനമായും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളുള്ള ആളുകൾ നമ്മൾ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫിസീഷ്യനോ ഒരു സർജനോ ആരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി നമ്മുടെ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സകൾ തേടേണ്ടതാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു രോഗി ആദ്യമായി വരുമ്പോൾ നമ്മൾ അവരുടെ പ്രോപ്പർ ഹിസ്റ്ററി, അതായത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് തുടങ്ങിയതെന്നും എത്ര കാലത്തെ ഹിസ്റ്ററി ഉണ്ടെന്നും നമ്മൾ നോക്കി അവർക്കൊരു പ്രോപ്പർ എക്സാമിനേഷൻ, ഒരു അബ്ഡമെനിലും അതുപോലെ തന്നെ നമ്മൾ പെർറെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും, ചെറിയൊരു കുഴൽ വെച്ച് മലദ്വാരത്തിനുള്ളിൽ നമ്മൾ പരിശോധിക്കുക. അതിൽ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ കൂടുതൽ എക്സാമിനേഷൻസ് ലൈക്ക് കൊളോണോസ്കോപ്പി, നമ്മൾ ഒരു എൻഡോസ്കോപ്പി പോലെ വീഡിയോയിൽ കാണുന്ന ഒരു കുഴലിട്ട് വൻകുടൽ മുഴുവൻ കാണുന്ന ഒരു ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോണോസ്കോപ്പി എക്സാമിനേഷനും നമ്മൾ രോഗിയെ വിധേയമാക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ കൊളോണോസ്കോപ്പിയിൽ ക്യാൻസർ ഉണ്ടെന്ന് ബോധ്യമാവുകയാണെങ്കിൽ അവിടുന്ന് ബയോപ്സി ടെസ്റ്റ് എടുക്കുകയും അത്
കൂടുതൽ പത്തോളജിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്യും. ഇനി നമ്മൾ കൊളറക്ടൽ ക്യാൻസറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റേജ് ചെയ്യുക എന്നൊരു പരിപാടിയാണ്. സ്റ്റേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു CT എക്സാമിനേഷനോ അല്ലെങ്കിൽ ഒരു MRI പോലത്തെ ഇമേജിങ് ചെയ്ത് നമ്മൾ ഇത് പുറത്തോട്ട് എത്ര വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കണം. അത് നമ്മൾ ഒരു സാധാരണ കോളോറക്ടൽ എന്ന് പറയുമ്പം, റെക്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ പെൽവിസിൻ്റെ മലദ്വാരത്തിന് അടുത്തുള്ള മലസഞ്ചി എന്ന് പറയും, ആ ഭാഗത്താണെങ്കിൽ നമ്മൾ കൂടുതൽ MRI ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്താണെങ്കിൽ നമ്മളൊരു CT സ്കാൻ, അബ്ഡമിനൽ CT സ്കാൻ എന്ന് പറയും. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റേജ് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റേജ് അനുസരിച്ചാണ് നമ്മൾ രോഗിക്ക് തുടർന്നുള്ള ചികിത്സകൾ ലഭ്യമാക്കുന്നത്. തുടർന്നുള്ള ചികിത്സകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും സർജിക്കൽ ചികിത്സകളാണ്, സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ വൻകുടലിൻ്റെ ഏത് ഭാഗത്താണ് ട്യൂമർ എന്നതിനനുസരിച്ച് നമ്മൾ ചികിത്സകൾ കൊടുക്കും. അത് ലാപ്രോസ്കോപ്പി ആയിട്ടും അല്ലെങ്കിൽ ഓപ്പൺ സർജിക്കൽ ചികിത്സകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ബയോപ്സിക്ക് അയക്കുകയും അതിൻ്റെ ഡീറ്റെയിൽഡ് പത്തോളജിക്കൽ എക്സാമിനേഷൻ അനുസരിച്ച് ചിലപ്പോൾ ചിലർക്ക് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഇതാണ് പ്രധാനമായും നമ്മൾ കൊളറക്ടൽ ക്യാൻസറിൻ്റെ ചികിത്സ. ഇനി നമുക്ക് ഇതിൽ കൂടുതലായി ഈ പലരും ചോദിക്കുന്ന കൊളറക്ടൽ ക്യാൻസർ നമുക്ക് വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ തടയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അങ്ങനെ തടയാൻ പറ്റും. അതാണ് കൊളറക്ടൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത. അതിനാണ് നമ്മൾ സ്ക്രീനിങ് പ്രോട്ടോക്കോൾ എന്ന് പറയും. അതായത് 40 വയസ്സായ അല്ലെങ്കിൽ 45 വയസ്സായ ഒരാൾ നമ്മൾ ഒരു ഫീക്കൽ ഒക്കൾട്ട് ടെസ്റ്റ് എന്ന് പറയും. അതായത് മലത്തിലൂടെ ബ്ലഡ് പോകുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് അതാണ്. അല്ലാതെ നമുക്ക് കൊളോണോസ്കോപ്പിക് എക്സാമിനേഷൻ ഇത് ഒരു 45 വയസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് നേരത്തെ കൊളറക്ടൽ ക്യാൻസറിൻ്റെ ഹിസ്റ്ററിയോ ഫാമിലി ഹിസ്റ്ററിയോ ഇല്ലാത്തവർ ഇത് ഒരു 45 വയസ്സാകുമ്പോൾ എല്ലാവരും ഒരു ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിനെ നേരത്തെ തന്നെ ഒരു ദശരൂപത്തിൽ ആവുന്ന ഒരു ടൈമിൽ തന്നെ കണ്ടുപിടിക്കുകയും ക്യാൻസർ ആവുന്നതിന് മുമ്പ് ഇതിനെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരെ മറിച്ച് ചിലർക്ക് കൊളറക്ടൽ ക്യാൻസർ ഫാമിലിയിലോ അല്ലെങ്കിൽ ഉണ്ടാകാൻ റിസ്ക് കൂടുതലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ നേരത്തെ ഡോക്ടറെ കണ്ട് ഒരു ഉപദേശം എടുക്കുകയും അവർക്ക് നേരത്തെ തന്നെ ഈ സ്ക്രീനിങ് പ്രോഗ്രാംസ് ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിലും നമുക്ക് ഒരു പരിധിവരെ ഈ കൊളറക്ടൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് തടയാൻ പറ്റും. ഇതാണ് കൊളറക്ടൽ ക്യാൻസറിനെ കുറിച്ചുള്ള നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൊളറക്ടൽ ക്യാൻസറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.